പല എൻട്രൻസ് പരീക്ഷകളുടെയും ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഒരുപാട് കുട്ടികൾ ആദ്യമേ കയറി അങ്ങ് അപ്ലൈ ചെയ്യും, എന്നിട്ട് അതിലെന്താ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുത്തും, ഇനി അത് തിരുത്താൻ പറ്റുമോ, എന്താകുക എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജുകൾ ഞാൻ യൂട്യൂബിൽ കമൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മനുഷ്യനാണ്, ചിലപ്പോൾ മിസ്റ്റേക്ക് വരും, പക്ഷെ മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ ദയവ് ചെയ്ത് മാക്സിമം ശ്രമിക്കണം കേട്ടോ. ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് വന്നു പോയാലും എല്ലാ ആപ്ലിക്കേഷനിലും ഇത് തിരുത്താൻ ഒരു വിൻഡോ നമുക്കുണ്ടാവും. അപ്പോൾ ഈ വിൻഡോ എപ്പോഴാണ് ഓപ്പൺ ആവുക എന്നുള്ളതൊക്കെ അതിൽ തന്നെ കൃത്യമായി വരും. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത വെബ്സൈറ്റ് ഇല്ലേ, അതിൽ തന്നെ വ്യക്തമായിട്ടുണ്ടാവും ഇന്ന സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തിരുത്തുകൾ ഉണ്ട് എങ്കിൽ അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളതൊരു കമൻ്റ് ആയിട്ടൊക്കെ ഇട്ടിട്ട് അതിന് റിപ്ലൈക്ക് കാത്തു നിൽക്കുന്നതിന് പകരം ദയവ് ചെയ്ത് ആ സൈറ്റിൽ കയറി അതൊന്ന് ചെക്ക് ചെയ്യുക. കാരണം ഇത് ഈ ദിവസം എല്ലാം കഴിഞ്ഞ് പോയതിന് ശേഷം നിങ്ങൾ പിന്നെ അയ്യോ അതെല്ലാം കയ്യിൽ നിന്ന് പോയെന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ അതുകൊണ്ട് നോട്ടിഫിക്കേഷൻസ് ഓരോന്ന് വരുമ്പോഴും ഇപ്പോൾ നമ്മളൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡേറ്റും ഇന്ന സൈറ്റിൽ കയറിയാണ് അപ്ലൈ ചെയ്യണമെന്നും ഒക്കെ വ്യക്തമായി നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ അതിൽ നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ കുഞ്ഞു കാര്യങ്ങളുണ്ടാവും. അത് നോട്ടിഫിക്കേഷൻ വ്യക്തമായി വായിച്ചാൽ മാത്രമേ, കാരണം നിങ്ങളുടെ കാസ്റ്റ് റിസർവേഷൻ ഇതിനനുസരിച്ചൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ഡോക്യുമെന്റ്സ് ഇതിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ഇത് കൃത്യമായി നോക്കുക. തെറ്റിപ്പോയെങ്കിൽ പേടിക്കാതിരിക്കുക, ടെൻഷൻ അടിക്കാതിരിക്കുക, മാറ്റം വരുത്താനുള്ള സമയത്ത് അത് മാറ്റുക. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.